വാഴുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹിറ്റ്ലറെ പോലെയും മുസോളിനിയെ പോലെയുമുള്ള ഒരു ഭരണാധികാരിക പ്രക്രിയകൾ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഏതാണ്ട് രൂപങ്ങളൊക്കെ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവിടെയാണ് സെട്ടു സാഹിബിനെ പോലെയുള്ള ഉജ്ജ്വലരായിട്ടുള്ള ദേശാഭിമാന ബോധത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള പൈതൃകം അലങ്കരിക്കുന്ന നേതാക്കന്മാരുടെ അഭാവം നമ്മൾ തിരിച്ചറിയേണ്ടത്. അഗാധ പണ്ഡിതനായിരുന്നു ശ്രീ ഇബ്രാഹിം സുലൈമാൻ സേഠ്. ഇംഗ്ലീഷ് ഭാഷയിൽ, ഉറുദു ഭാഷയിൽ, ഹിന്ദി ഭാഷയിലൊക്കെ അനർഗളമായ പ്രഭാഷണ ചാതുരി കൊണ്ട് പാർലമെന്റിലും ഇന്ത്യയുടെ പല മേഖലകളിലും തന്റെ ആശയത്തിനെ അദ്ദേഹം പ്രോജ്വലമായി അവതരിപ്പിച്ചു. കൃത്രിമമായിട്ടുള്ള ഭാഷകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസംഗം. മനസ്സിൽ തട്ടി ഉണരുന്ന വാക്കുകളായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ രാജ്യത്തിലെ ജനതയായിരുന്നു. ജനങ്ങളോട് അഭേദ്യമായ ബന്ധവും അതിരുകടന്ന ആത്മാർത്ഥമായ സ്നേഹവും പുലർത്തിയിട്ടുള്ള അനിശ്ചിതനായ നേതാവായിരുന്നു അദ്ദേഹം. കോഴിക്കോടും പൊന്നാനിയിലുമൊക്കെ അദ്ദേഹം MP ആയിരുന്ന സമയത്ത് മാത്രമല്ല, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മുതൽക്ക് പല പ്രധാനമന്ത്രിമാരുമായി അടുത്ത ബന്ധം, പണ്ഡിറ്റ് നെഹ്റുവുമായിട്ട് നിരന്തര സംഭാഷണം. ഒരാൾ വിജ്ഞാനത്തിൻ്റെ മുടിചൂടാമൻ, മറ്റൊരാൾ വിജ്ഞാനത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ ഗോപുരങ്ങളെയും അന്വേഷണ തുറയോടെ കാണുന്ന ഒരു വിധത്തിൽ ഈ രണ്ട് പ്രഗത്ഭമതികളും ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തും പുറത്തും വെച്ച് സന്ധിക്കുമ്പോൾ ആശയത്തിന്റെ പ്രവാഹങ്ങളായിരുന്നു. ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും നമ്മൾ നേരിടുന്ന അപജയം വിജ്ഞാനം നേടിപ്പിടിക്കുന്നതിനോ വിജ്ഞാനം സമ്പാദിക്കുന്നതിനോ ഉള്ള അന്വേഷണ ത്വരയില്ലാത്ത രാഷ്ട്രീയ സാമൂഹിക നേതൃത്വമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ അറിവിനെ നേടാനുള്ള ഒരു അഭിവാഞ്ചയും ഇച്ഛാശക്തിയും പല നേതൃത്വത്തിലുമില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അറിയാൻ ഇന്ത്യ എന്താണ്, പാണ്ഡിത്യം എന്താണ്, ഇന്ത്യയുടെ ബഹുസ്വരതയും വൈവിധ്യവും, ഇന്ത്യയുടെ ദർശനങ്ങളും പൈതൃകങ്ങളും എന്തെല്ലാമാണ്. ഭാഷാചാതുരി മാത്രമല്ല ഈ ഗ്രന്ഥങ്ങളെ നമ്മളോട് അടുപ്പിക്കുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ പ്രോജ്വലമായ സംസ്കാരത്തിനെയും അതിൻ്റെതായിട്ടുള്ള ദർശന സംഹിതകളെയും കോർത്തിണക്കിക്കൊണ്ട് ജവഹർലാൽ ഇന്ത്യയുടെ നേതാവായിട്ടിരിക്കുമ്പോൾ ലോകം എണീറ്റു നിൽക്കും. ആ പണ്ഡിറ്റ്ജിയെ കാണുമ്പോൾ ആ പണ്ഡിറ്റ്ജിയോട് സമർശിഷ്യനായി നിന്നുകൊണ്ട് വിജ്ഞാനത്തിന്റെ അനർഗള പ്രവാഹം തന്റെ പ്രസംഗങ്ങളിലൂടെ ഒരു പ്രഭാപൂരമെന്നോണം പ്രസരിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേഠ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, ആദർശത്തിന്റെ പേര്, തന്റെ നിലപാടുകളുടെ പേര് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായി എന്നും ഉജ്ജ്വലമായിട്ടുള്ള ശബ്ദം മുഴക്കിയെന്ന് മാത്രമല്ല, പ്രവർത്തന പദത്തിൽ നിന്ന് പോരാടിയ അദ്ദേഹം. അങ്ങനെയുള്ളൊരു പോരാട്ടത്തിന്റെ പാതയിലാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് ഉണ്ടാകുന്നത് തന്നെ. അസാമാന്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോഴെങ്കിൽ ആശയ ദൃഢത വേണം, സുതാര്യത വേണം, ആത്മാർത്ഥത വേണം. വിജ്ഞാനത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സമ്പാദനവും കുറേ കാലം നടത്തുമ്പോൾ മാത്രമേ ആശയ ദൃഢത കൈവരുകയുള്ളൂ. അങ്ങനെയാണ് സേഠ് സാഹിബ് ആശയ ദൃഢതയുടെ പേരിൽ ബാബറി മസ്ജിദ് തകർന്നപ്പോൾ ഒരു നിലപാടെടുക്കുന്നത്. അന്ന് പ്രധാനമന്ത്രിയായ നരസിംഹറാവുവിന്റെ മൗനാനുവാദത്തോടുകൂടി അന്ന് കരസേവകന്മാരാവും എത്രയോ വർഷങ്ങളുടെ നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തച്ചു തകർക്കുമ്പോൾ ഭരണകൂടം ശബ്ദിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ഉള്ള കാര്യങ്ങളാണ്. അന്ന് ദേശീയ മുസൽമാന്റെ എല്ലാവിധത്തിലുള്ള ആ പാരമ്പര്യവും നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ, ഈ രാജ്യത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്,
ഈ രാജ്യത്തിന്റെ വിവിധ മതങ്ങളുടെ ദർശനങ്ങളെയും ആ മതങ്ങളുടെ ഐക്യത്തിനെയും തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുള്ള സെട്ടു സാഹിബ് അതിനെതിരായിട്ടുള്ള നിലപാടെടുത്തു. ഈ പള്ളികൾ തകർക്കപ്പെടാൻ പാടില്ല, ഫാസിസത്തിനെതിരായ പോരാട്ടം വേണം. ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സമകാലികരും പറഞ്ഞിട്ടുള്ള ആ ഇന്ത്യയിൽ ഇന്നത്തെ 141 കോടി ജനതയിൽ ബഹുഭൂരിഭാഗവും ഫാസിസത്തിനെതിരായ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇന്ത്യ നിശബ്ദമാണ്. ഞാനും നിങ്ങളും മിണ്ടാതിരിക്കുന്നു. ഒബ്സർവ്, സൈലൻസ് എന്ന് നമ്മൾ പറയണമെങ്കിൽ തന്നെ ഒച്ചത്തിൽ പറയേണ്ട സ്ഥിതിയായിരിക്കും. സൈലൻസ് പ്ലീസ് എന്ന് എഴുതി വയ്ക്കുമ്പോൾ ഒരു ഹോളിലേക്ക് കടന്നാൽ നമ്മൾ നിശബ്ദത പാലിക്കും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിശബ്ദത പാലിക്കണമെങ്കിൽ നിശബ്ദത പാലിക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ട ഒരു സ്ഥിതി വിശേഷമാണ്. ആക്രോശങ്ങളാണ്, അട്ടഹാസങ്ങളാണ് മതമൗലികവാദികളുടെ, വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ. സംവത്സരങ്ങളുടെ പഴക്കമുള്ള ഇന്ത്യയുടെ പൈതൃകങ്ങളെയും ദർശനങ്ങളെയും നിത്യേന എന്നോണം വിധ്വംസിച്ചുകൊണ്ടിരിക്കുന്നു ഫാസിസ്റ്റുകൾ. ഇന്നലെ പ്രധാനമന്ത്രി, രാജ്യത്തിലെ പ്രധാനമന്ത്രി 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ആനന്ദാതിരേകത്തിൽ നിറഞ്ഞ ഉന്മാദ നൃത്തം ചവിട്ടുമ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ 16 കൊല്ലം ഈ രാജ്യം ഭരിച്ചത്. പക്ഷെ 47 മുതൽ 52 വരെയുള്ള നെഹ്റുവിന്റെ കാലഘട്ടത്തിന് RSS ഭരണകാലഘട്ടമായി കൂട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഇദ്ദേഹം 12 വർഷം നെഹ്റുവിനേക്കാൾ ഒരു ദിവസം അധികം ഭരിച്ചു എന്ന് പറയുന്നു. ചരിത്രത്തിനെ വികൃതമാക്കി, ചരിത്രത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ദർശനങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക, ഫാസിസം കടന്നു വരിക. ഇതൊക്കെ സെട്ടു സാഹിബിന്റെ പ്രസംഗങ്ങൾ പാർലമെന്റിലെ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചാൽ, അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, നെഹ്റുവും അദ്ദേഹവും നമ്മൾ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളുടെ രേഖകളുണ്ട് പാർലമെന്റ് ആർക്കൈവ്സ്. അതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കാണാം ഇവരൊക്കെ ഫാസിസത്തിനെതിരായിട്ടുള്ള തീരോദാത്തമായി എടുത്ത നടപടികൾ മുൻകൂട്ടി കണ്ടു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത്. അങ്ങനെ മുൻകൂട്ടി കാണുന്നവരെയാണ് ക്രാന്തദർശികൾ എന്ന് പറയുക. കാരണം അവർക്ക് രാഷ്ട്രീയം രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അവർക്ക് രാഷ്ട്രീയം അവനവന് വേണ്ടിയിട്ടുള്ളതല്ല. അവർക്ക് രാഷ്ട്രീയം അവരുടെ സ്വന്തം താല്പര്യത്തിനോ സ്വാർത്ഥതയ്ക്കോ സ്വജനപക്ഷപാതത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല. സെട്ടു സാഹിബ്, ഹിസ്റ്റോറിയൻസ് പറയും സെട്ടു സാഹിബിനെ കുറിച്ച്, ഈ നെവർ ബിലീവ് ഇൻ നെപ്പോട്ടിസം. സ്വജനപക്ഷപാതത്തിലും ബന്ധുമിത്രാദികൾക്ക് ആനുകൂല്യം കിട്ടുന്നതിലും തീരെ വിശ്വസിക്കാത്തൊരു നേതാവായിരുന്നു സെട്ടു സാഹിബ്. ഇന്ന് പല നേതാക്കന്മാരുടെയും ബന്ധുക്കൾക്ക് സർക്കാർ ജോലിയാണ്. അതിന്റെ നഖശിഖാന്തം എതിർത്തൊരു നിലപാടായിരുന്നു സെട്ടു സാഹിബിന്റെ. അദ്ദേഹത്തിന്റെ മകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് കാസിം മിനിക്കൂർ ഇവിടെ പറഞ്ഞു. തന്റെ ബന്ധുക്കൾക്കോ തന്റെ മക്കൾക്കോ തന്റെ കുടുംബത്തിനോ തന്റെ ഏറ്റവും അപ്രമാദിത്വമായ പ്രശസ്തിയുടെ ഫലമായി ഒരു ആനുകൂല്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടില്ല. അതാണ് രാഷ്ട്രീയം. ഇന്ന് മന്ത്രിസഭയിൽ കയറിയിട്ട് 4ാമത്തെ ദിവസം സ്വന്തം ഏറ്റവും അടുത്ത ബന്ധുവിനെ നിയമിച്ചിട്ട് രാജിവെപ്പിക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിനുണ്ടായത്. രാഷ്ട്രീയത്തിന്റെ പോക്ക് എവിടേക്കാണ്? ആർക്ക് വേണ്ടിയിട്ടായി രാഷ്ട്രീയം? രാഷ്ട്രീയം അവനവന് വേണ്ടിയാകുമ്പോൾ ഫാസിസം ആധിപത്യം ചെലുത്തും. ഫാസിസം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വാർത്ഥരാവുക. ഫാസിസം നമ്മളെ പഠിപ്പിക്കുന്നത് അധികാരപ്രമത്തതയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പ്രതീകങ്ങളാകുക. ഫാസിസം എപ്പോഴും പറയുന്നത് ചരിത്രത്തിനെ വികൃതമാക്കുക, ഉജ്ജ്വലമായ ദർശനങ്ങളെയും സംസ്കാരത്തിനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് പുരുഷന്മാരെ ചരിത്ര കഥാപാത്രങ്ങളാക്കി മാറ്റുക. ലോകപ്രശസ്ത തത്വചിന്തകനും സാഹിത്യകാരനുമായ ഇറ്റാലിയൻ എഴുത്തുകാരൻ ഉംബർട്ടോ ഊക്കോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഫാസിസത്തിന്റെ 4-5 ലക്ഷണങ്ങളെ കുറിച്ച്. അതിലൊരു ലക്ഷണമാണ് അമിതമായ പാരമ്പര്യ വിശ്വാസം, അമിതമായ ചരിത്ര വിരോധം, അമിതമായ സ്വജനപക്ഷപാതം, അമിതമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ നിഹനിക്കുന്ന പ്രക്രിയകൾ. ഇതെല്ലാം ഫാസിസത്തിന്റെ ലക്ഷണമാണ്. പത്രസ്വാതന്ത്ര്യമില്ലായ്മ, മാധ്യമത്തിന് വിലങ്ങിടുക, ഇതെല്ലാം ഫാസിസത്തിന്റെ ലക്ഷണമാണ്. ഇതെല്ലാം ഇന്ത്യയിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും അഭിപ്രായം പറയാൻ പറ്റില്ല. അങ്ങനെ ഫാസിസം ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ
ഇവരിതൊക്കെ മുൻകൂട്ടി കണ്ടു. ആ പള്ളിയുടെ തകർച്ചയുടെ കാലഘട്ടം മുതൽ സംഘപരിവാറിന്റെ അമ്മയായിട്ടുള്ള RSSന് തലയുയർത്തിപ്പിടിക്കാൻ, അവരുടെ ആക്രോശങ്ങളുമായി മുന്നോട്ട് നീങ്ങാൻ ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക വേദികളിൽ സാഹചര്യം ഒരുക്കി കൊടുത്തതായിരുന്നു 1992 ഡിസംബർ 6 സംഭവിച്ചത്. 925 രൂപമെടുത്ത RSS ഇന്ന് 100 വർഷം കഴിയുന്നിട്ടുള്ള ഈ അവസരത്തിൽ അത് രൂപമെടുത്ത അന്ന് മുതൽ ഇന്നേ വരെ പറയുന്നത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളത്. ഹിന്ദു രാഷ്ട്ര രൂപീകരണമാണ് RSSന്റെ ലക്ഷ്യം എന്നെല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് മുഴുവൻ അറിയാം. ആ സംഘപരിവാർ സംഘടനകളിൽ 80ഓളം സംഘടനകളുണ്ട്. ഓരോ വിഭാഗത്തിനും ഓരോ സംഘടനയാണ്. വളരെ ആസൂത്രിതമായ ഫാസിസ്റ്റുകൾ പ്രവർത്തിക്കുക. മഹിളകൾക്കൊരു സംഘടന, കർഷകർക്കൊരു സംഘടന, യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു സംഘടന, വിശ്വാസികൾക്കൊരു സംഘടന, ദളിത് മേഖലയിൽ ഒരു സംഘടന, വനവാസികൾക്ക് വേറൊരു സംഘടന, മത്സ്യത്തൊഴിലാളികൾക്ക് വേറൊരു സംഘടന. അങ്ങനെ 80 സംഘടനകളുടെ പരിവാരത്തിനെയാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. ആ സംഘപരിവാരത്തിന്റെ മാതാവിന്റെ പേരാണ് RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. അത് രൂപീകരണമായപ്പോൾ അതിന്റെ സ്ഥാപകനായ ഡോക്ടർ ഹെഗ്ഡേവാർ അദ്ദേഹത്തിന്റെ സഹചാരിയായ BS മ്യൂഞ്ചയോട് ഇറ്റലിയിൽ ചെന്ന് മുസോളിനിയെ കാണാൻ പറഞ്ഞു. മുസോളിനിയെ കണ്ട് 3-4 മാസം ഇറ്റലിയിൽ മുസോളിനിയോടൊപ്പം താമസിച്ചുകൊണ്ട് നാസി പാർട്ടിയുടെ ഈ സൈനികവൽക്കരണ സിദ്ധാന്തങ്ങളെ കുറിച്ച് പഠിച്ച്, മനുഷ്യവിരുദ്ധ പ്രക്രിയകളെ കുറിച്ച് പഠിച്ച് തിരിച്ചിങ്ങോട്ട് വന്ന മൂഞ്ചയാണ് ഹെഗ്ഡേവാറിനോട് പറയുന്നത് RSSനെ സൈനികവൽക്കരിക്കുന്ന മിലിറ്റന്റ് സംഘടനയാക്കി മാറ്റണം. അന്ന് തുടങ്ങിയതായി ഏർപ്പാട്. അന്ന് തുടങ്ങി 100 കൊല്ലം ഇവിടെ പ്രവർത്തിച്ച് ഇപ്പൊ കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയുടെ അധികാരത്തിലിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്? ഇവിടെയാണ് സെട്ട് സാഹിബിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും പഴയകാല ഉയർന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും ഒക്കെ അഭാവം നമ്മൾ തിരിച്ചറിയുന്നത്. അവരൊക്കെ രാജ്യത്തിന് വേണ്ടി പോരാടിയവർ, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ, അല്ലാതെ സ്വന്തം ലാഭത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് ജീവിച്ചവരായിരുന്നില്ല. അവരെല്ലാം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു. എല്ലാം രാഷ്ട്രത്തിലേക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നു. വലിയൊരു ഇടത്തരം ധനാഢ്യ കുടുംബത്തിൽ ജനിച്ച സെട്ട് സാഹിബ് മൈസൂരിൽ ജനിച്ച് പിന്നെ ഇങ്ങോട്ട് വന്ന് ഏറ്റവും ഇടത്തരം വിഭാഗത്തിലെ ആ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് ഒന്നും നേടിയെടുത്തിട്ടില്ല. ഭൗതികമായി കയ്യിലുള്ളതെല്ലാം ജനങ്ങൾക്ക് കൊടുത്തു. ചിലപ്പോൾ സെട്ട് സാഹിബ് പ്രസംഗിക്കുമ്പോൾ കരയാറുണ്ട്. എന്തിനാ കരയുന്നത്? എന്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട ജനങ്ങളെ, ഇന്ത്യയിലെ ജനങ്ങളെ നോക്കിക്കൊണ്ട് എന്റെ ജനങ്ങൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരാൻ കാരണം? ഈ ദാരിദ്ര്യത്തിൽ നിന്ന് എന്നാണ് ജനങ്ങൾ വിമുക്തരാവുക? തൊഴിലില്ലായ്മയിൽ നിന്ന് എന്നാണ് ജനങ്ങൾ വിമുക്തരാകുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലക്നൌവിലും ഗ്വാളിയറിലും ബോംബെയിലും ഒക്കെ നടത്തിയ പ്രസംഗമുണ്ട്. അപ്പോൾ പൊതുവേദിയിൽ സെട്ട് സാഹിബ് കരയും. അതാണ് ആത്മാർത്ഥത. ഹൃദയത്തിൽ നിന്ന് ആ വാക്ക് വരുന്നത്. ഇന്ന് പലരും കണ്ണീര് വരുത്തുന്നത് കാപ്പട്ടത്തേക്കുള്ള ഭാവമായി. ആ കാപട്യത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്തവരായിരുന്നു പഴയകാല നേതാക്കന്മാർ. RSS എന്ന് പറയുന്നത് കാപ്പട്ടത്തേക്കുള്ള പ്രതീകമാണ്. കാപട്യമാണ് അവരുടെ മുഖമുദ്ര. ഹൗ RSS വർക്ക്സ് ഇൻ ഇന്ത്യ എന്നുള്ള പ്രസിദ്ധമായ ഒരു ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഫാസിസം പടുത്തുയർത്തിയിട്ടുള്ള വഴികളെ കുറിച്ച്. 80,000-ഓളം വരുന്ന വിദ്യാലയങ്ങൾ RSSനുണ്ട് ഈ ഇന്ത്യയിൽ. ആ വിദ്യാലയങ്ങളിൽ പലതിലും അവർ ഏക്കൽ വിദ്യാലയം അല്ലെങ്കിൽ സരസ്വതി വിദ്യാലയം എന്നാണ് അവർ പേരിട്ടിട്ടുള്ളത്. കഴിഞ്ഞ 50 വർഷമായിട്ട് ഇന്ത്യയിൽ ഈ 80,000-80,000-ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് 10-60 കോടിയോളം ജനത വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങി കഴിഞ്ഞു. അവർ യുവാക്കൾ, ആ വിദ്യാർത്ഥികൾ യുവാക്കളായി ഇന്ന് മധ്യവയസ്കരായിരിക്കുമ്പോൾ ഇന്ത്യൻ ജനതയിൽ ഏതാണ്ട് 10-65 കോടിയോളം വരുന്ന ജനത സംഘപരിവാർ പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ജനതയാക്കി കഴിഞ്ഞ 10-60 കൊല്ലത്തിനുള്ളവർ മാറ്റിയെടുത്തു എന്നുള്ളതാണ് RSSന്റെ വെൽ പ്ലാൻഡ് ട്രെയിനിങ്. എളുപ്പമല്ല അവരെ പരാജയപ്പെടുത്താൻ.
സാമ്പ്രദായികമായ രീതികൾ കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സാമ്പ്രദായിക സമരങ്ങൾ കൊണ്ടൊന്നും RSSനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അത് ഭീകരമായ ഒരു പ്രസ്ഥാനമാണ്. ഒരുപക്ഷെ ഇസ്രായേലിലെ മൊസാദ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മിലിറ്റന്റ് സംഘടനയാണ് ഈ RSS. അതുകൊണ്ട് തന്നെ അവർ ആശയപരമായി സംഘടനാപരമായി ഇന്ത്യയുടെ വ്യത്യസ്ത മേഖലകളിൽ കഴിഞ്ഞ 100 കൊല്ലമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഗോൾവാൾക്കർ എഴുതി വെച്ചിട്ടുള്ള വിചാരധാരകൾ ദർശനങ്ങൾ മുഴുവൻ ആ സിദ്ധാന്തങ്ങൾ ഓരോന്നും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ. പ്രധാനമന്ത്രിക്ക് ജനങ്ങളെ കുറിച്ച് പറയുവാനോ പ്രധാനമന്ത്രിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയുവാനോ താല്പര്യമില്ല. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. മൻ കി ബാത്തിലൂടെ പ്രസംഗിക്കുമ്പോൾ ജനങ്ങളുടെ മുഖം കാണേണ്ട ആവശ്യമില്ല. ജവഹർലാൽ നെഹ്റു അമേരിക്കയിൽ പോയാലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും റഷ്യയിലും എവിടെ പോയാലും ആ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒപ്പം വരുന്നുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തും. ഇന്ത്യയിൽ നിരന്തരം പത്രസമ്മേളനം നടത്തും. മൻമോഹൻ സിംഗ് നടത്തിയിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുണ്ട്. ഈ പ്രധാനമന്ത്രി കഴിഞ്ഞ 12 വർഷമായി ജനങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്ന വർത്തമാനം ഫാസിസത്തിനെ കുറിച്ചാണ്, എങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രം കെട്ടിപ്പടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് മറ്റൊരു മതവിഭാഗത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രാകൃതമായ വാക്കുകൾ RSS നറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള വചനങ്ങളും വാക്കുകളും ഇന്ത്യയുടെ പരമോന്നത അധികാര പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിച്ചത് തൃശ്ശൂരും തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കേട്ടതാണ്. ഇവിടെയാണ് പണ്ഡിറ്റ് നെഹ്റുവും ഈ ഇന്നത്തെ പ്രധാനമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായിരുന്നു, മറ്റൊരാൾ സങ്കുചിതത്വത്തിന്റെ ഏറ്റവും പ്രാകൃതമായ രൂപത്തിന്റെ ഉടമയായിട്ട് മാറി. ഇന്ത്യൻ ഭരണഘടനയെ RSSന് വിലയില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നുള്ള ആമുഖത്തിൽ എഴുതിയിട്ടുള്ള 3 ദർശനങ്ങൾ സ്വർണലിപികളാൽ എഴുതപ്പെട്ടതാണ്. ഡോക്ടർ അംബേദ്കർ ആ ആമുഖത്തിൽ ഈ 3 ദർശനങ്ങളെയും ചേർത്ത് വെക്കുമ്പോൾ അംബേദ്കർ പറഞ്ഞു, ഇത് ഫ്രഞ്ച് റവല്യൂഷന്റെ മുദ്രാവാക്യത്തിൽ നിന്നും ഞാൻ കടമെടുത്തതല്ല. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന വോൾട്ടയറും മോണ്ടസ്ക്യൂവും റോസോയും കൂടി ഫ്രഞ്ച് റവല്യൂഷനിൽ എഴുതി വെച്ചപ്പോൾ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആ ആലേഖനം ചെയ്യുന്ന സമയത്ത് ഈ 3 ദർശനങ്ങളെ ഭരണഘടനയിൽ അദ്ദേഹം എഴുതി ചേർത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് കടമെടുത്തതല്ല, ഇത് ഇന്ത്യൻ സമരത്തിന്റെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ നിന്ന്, ജനകോടികളുടെ ഏറ്റവും ദുരിതപൂർണമായ അനുഭവങ്ങളിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ആ തീജ്വാലയുണ്ടല്ലോ, ആ ജ്വാലയിൽ നിന്നാണ് ഈ 3 ദർശനങ്ങളെ ഞാൻ ഇവിടെ എഴുതി വെക്കുന്നത്. ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, സാഹോദര്യം വേണം. അതിൽ ഞാൻ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് സാഹോദര്യത്തിനാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി 950 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് മുൻപ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് അംബേദ്കർ പ്രസംഗിച്ചപ്പോൾ വിശ്വപ്രസിദ്ധമായ പ്രസംഗം, 1.5 മണിക്കൂർ നീണ്ടുനിന്ന സുപ്രസിദ്ധമായ ആംഗലേയ ഭാഷയിലുള്ള പണ്ഡിതോചിതമായ പ്രസംഗം കഴിഞ്ഞ് ജവഹർലാൽ നെഹ്റു, മൗണ്ട്ബാറ്റൻ പ്രഭു, സർദാർ പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, രാജഗോപാലാചാരി, പട്ടാഭി ശീലറാമയ്യ ഇവരെല്ലാം ഇരിക്കുന്ന ആ വേദിയിൽ അംബേദ്കർ പറഞ്ഞു, പ്രിയപ്പെട്ട ജവഹർലാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്, നിങ്ങൾ പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥപൂർണത കൈവരണമെങ്കിൽ ഇന്ത്യയിൽ സാമൂഹിക സ്വാതന്ത്ര്യം വേണം, സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. പൊളിറ്റിക്കൽ ഡെമോക്രസി മസ്റ്റ് ബി ഫോളോഡ് ബൈ ഇക്കണോമിക് ഡെമോക്രസി ആൻഡ് സോഷ്യൽ ഡെമോക്രസി. അതാണ് സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. പക്ഷെ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ സാമൂഹിക സമത്വവുമില്ല, സാമ്പത്തിക സമത്വവുമില്ല. അംബേദ്കർ എത്ര ദീർഘദർശിത്വത്തോടുകൂടി ചിന്തിച്ചു. ജവഹർലാൽ പോലും അവിടെ പരാജയപ്പെട്ടു ഈ രണ്ടിനെയും ഉയർത്തിക്കൊണ്ടുവരാൻ. എന്നിട്ട് അംബേദ്കർ പറഞ്ഞു, ജവഹർലാൽ, ഞാൻ ഇതിന് പ്രാമുഖ്യം കൊടുക്കുന്നത് സാഹോദര്യത്തിനാണ്, ഫ്രറ്റേണിറ്റി. എന്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു തന്ന വാക്കാണത്. എന്റെ ഗുരുനാഥൻ ആരാ? ഞാൻ കാണാത്ത, ഞാൻ കേട്ടിട്ട് മാത്രമുള്ള ഗുരുനാഥൻ. ആ ഗുരുനാഥന്റെ പേരാണ് സാക്ഷാൽ ബുദ്ധദേവൻ. എന്റെ ഗുരുനാഥനായ ബുദ്ധൻ ഉപയോഗിച്ച വാക്കാണ്
മൈത്രി മൈത്രി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, സാഹോദര്യം. ആ സാഹോദര്യമില്ലാതെ ഇന്ത്യയില്ല. എവിടെ സാഹോദര്യം ഇന്ത്യയിൽ? ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖുകാരനും ജൈനനും ബുദ്ധനും അങ്ങനെ ആയിരക്കണക്കിന് ജാതിയും മതമുള്ള ആൾക്കാർ സംഘടനത്തിന്റെ സ്പർദ്ധയുടെ വിദ്വേഷത്തിന്റെ പകയിലൂടെ മുന്നോട്ട് പോകുന്നു. ഉത്തരവാദി ഹിന്ദുത്വവാദികളുടെ വർഗീയ രാഷ്ട്രീയം. മണിപ്പൂർ കത്തിക്കാളുന്നു. എത്രയെത്ര പള്ളികൾ പൊളിക്കപ്പെടുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾ, മുസ്ലിം ദേവാലയങ്ങൾ, കന്യാസ്ത്രീകളെ അടക്കം ജയിലിലടക്കുന്നു. 100 ചില്ലുവാനും ക്രൈസ്തവ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങൾ, പല പള്ളികളും ഇന്ത്യയിൽ കഴിഞ്ഞ 10-12 വർഷമായിട്ട് അവിടെ പൊളിക്കപ്പെട്ടു. ഹോളി ദിനത്തിൽ മുസ്ലിം സഹോദരന്മാരോട് ഘോഷയാത്ര നടത്തരുത് അവരുടെ പള്ളികളിൽ നിന്ന് പറഞ്ഞ നാഗ്പൂരിലെ പള്ളികൾ മുഴുവൻ ഷീറ്റിട്ട് മറച്ചു, തുണികളിട്ട് മറച്ചു. ഇതൊക്കെ ഇന്ത്യയിലാണ് നടക്കുന്നത്. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിയും ജനിച്ച നാട്ടിൽ. ആര് ശബ്ദിക്കുന്നു? ഇന്ത്യക്കാരനതൊക്കെ കണ്ടിട്ട് കയ്യും കെട്ടി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു. നോ റെസ്പോൺസ് അറ്റ് ഓൾ. ഇന്ത്യ നിശബ്ദമാണ്. ഇന്ത്യക്ക് പേടിയാണ്. ഭയം എല്ലായിടത്തും വാരി വിതറി. ഫാസിസം എപ്പോഴും പ്രവർത്തിക്കുക ഭയം വാരി വിതറിക്കൊണ്ടാണ്. ഫാസിസത്തിന്റെ അടുത്ത കൂട്ടുകാരന്റെ പേരാണ് മൗനം. ജനങ്ങളെ മൗനത്തിലാഴ്ത്തുക. ജനങ്ങളെ മൗനത്തിലാഴ്ത്തുന്ന എങ്ങനെയാണ്? ഭയം വാരി വിതറിക്കൊണ്ട്. നിങ്ങൾ ശബ്ദിച്ചാൽ, നിങ്ങൾ എഴുതിയാൽ, നിങ്ങൾ പ്രസംഗിച്ചാൽ ഒന്നുകിൽ നിങ്ങളുടെ ജീവൻ പോകും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലറയ്ക്കുള്ളിൽ പോകും. 108 സാമൂഹിക പ്രവർത്തകന്മാരെ, എഴുത്തുകാരെ ജയിലറയ്ക്കുള്ളിൽ അടച്ചു. ഒരു വിചാരണയുമില്ല. FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരാളെ സ്റ്റാൻ സ്വാമി ജയിലിൽ അടയ്ക്കുന്ന മരിച്ചു. സിദ്ദിഖാപ്പിനെ അടുത്ത് വിട്ടയച്ച് നമുക്കറിയാം. അങ്ങനെ എത്ര പേർ ജയിലറയ്ക്കുള്ളിൽ ഇപ്പോഴുമുണ്ട്. ശബ്ദിക്കാൻ പാടില്ല. അരുന്ധതി റായ്ക്കെതിരെ ഭീഷണി. മരിച്ചുപോയ MT വാസുദേവൻ നായരടക്കം ഭീഷണിപ്പെടുത്തി. അഭിപ്രായം പറഞ്ഞാൽ അപകടമാണ്. ഗാന്ധി ജനിച്ച നാട്ടിൽ ഗാന്ധി വ്യത്യസ്ത അഭിപ്രായങ്ങളെ സ്വീകരിച്ചാണ്. ഫാസിസം ഇങ്ങനെയാണ് വരിക. ആ ഫാസിസത്തിനെയാണ് സെട്ടു സാഹിബ് മുൻകൂട്ടി കണ്ടുകൊണ്ട് എതിർത്തത്. അന്ന് സെട്ടു സാഹിബിന്റെ ഏറ്റവും അടുത്ത പണ്ഡിതനായ കൂട്ടുകാരിൽ ഒരാളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന സഖാവ് NE ബാലഗോപാൽ. വളരെ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളും പണ്ഡിതന്മാരുമായിരുന്നു. ഇന്ത്യയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ എല്ലാ കൊല്ലവും ഇവർ രണ്ടുപേരും ഒരാളെ വിളിക്കും രാഷ്ട്രപതി ഭവനിലേക്ക് വരാൻ. ബാലറാമിനെ വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ഉപനിഷത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുക. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ ഉപനിഷത്ത് പണ്ഡിതനാണ്. ബാലറാമും ഉപനിഷത്തിന്റെയും വേദങ്ങളുടെയും അഗാധ പാണ്ഡിത്യമുള്ള ആള്. അന്നത്തെ നേതാക്കന്മാരുടെ ക്വാളിറ്റിയാണിത്. ഇന്നത്തെ പോലെ പണമുണ്ടാക്കലും മൂലധന സാമ്രാജ്യത്വ ശക്തികൾക്ക് കീഴടങ്ങലും വലിയ കോർപ്പറേറ്റ് സന്നാഹങ്ങളുടെ പാദസേവ ചെയ്യുന്ന പ്രധാനമന്ത്രിമാരും മന്ത്രിമാരും ആയിരുന്നില്ല അന്നത്തെ ഇന്ത്യയുടെ നേതാക്കന്മാർ. ഇന്ത്യ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു. എല്ലാം വിറ്റഴിക്കപ്പെടുന്നു. കാടും വീടും മണ്ണും ജലവും വായുവും വിറ്റഴിക്കപ്പെട്ടു. അഡാനി അംബാനിമാർ ഇന്ത്യയിൽ സംഭാര നൃത്തമാടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി. മുസോളിനി തന്റെ ആത്മകഥയിൽ എഴുതി, ഫാസിസം എന്ന് പറഞ്ഞാൽ മതമൗലികവാദവും ഈ മൂലധന ശക്തികളും കൂടി സമ്മേളിക്കുമ്പോൾ അത് ഫാസിസമാകും. അങ്ങനെയാണ് ഞാൻ ഇറ്റലി ഭരിച്ചത്. അതാണ് ഇവിടെ നടക്കുന്നത്. അംബാനി അഡാനി പ്രവൃത്തികൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രവാദത്തിന്റെ ശക്തികളും കൂടി ആശ്ലേഷണം ചെയ്യുമ്പോൾ അതിന് കുടപിടിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഈ നിക്കോബാർ ആൻഡമാൻ ദ്വീപുകളിലെ 8 ലക്ഷത്തോളം മരങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് 8000 ചില്ലുവാനം ആൾക്കാർ താമസിക്കുന്ന സുന്ദരമായ ഭൂപ്രകൃതിയെ മുഴുവൻ അഡാനിക്ക് തീരെഴുതി കൊടുക്കുന്ന ജീവജാലങ്ങളുടെ ഉജ്ജ്വലമായ സൗന്ദര്യവൽക്കരണത്തിന്റെ വൈവിധ്യത്തിന് മുഴുവൻ ഇല്ലായ്മ ചെയ്ത് അവിടെ ടൂറിസം വികസനത്തിനും ഇന്ത്യൻ നാവികപ്പടയ്ക്ക് തമ്പടിക്കുവാനുമുള്ള ഒരു പ്രദേശമാക്കി മാറ്റുമ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭൂമിയെയും മണ്ണിനെയും വെള്ളത്തിനെയും വായുവിനെയും മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്നു ഫാസിസ്റ്റുകൾ. അമർത്യ സെൻ തന്റെ ഗ്ലോറി ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞു, എന്റെ നാട്ടിലെ വായു വിറ്റു, എന്റെ നാട്ടിലെ മണ്ണ് വിറ്റു, എന്റെ നാട്ടിലെ ജലം വിറ്റു. അന്ന് മൻമോഹൻ സിംഗിനോടും മോഡിയോടും അമർത്യ സെൻ ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ ഇത് വിറ്റത്? എന്റെ വായു മുഴുവൻ ഇന്ന് അംബാനി നിയന്ത്രിക്കുന്നു. എന്റെ ഫോണിൽ നിങ്ങളുടെ ഫോണിലേക്ക് വിളിച്ചാൽ പ്രസരണം ചെയ്യപ്പെടുന്ന സ്പെക്ട്രം റേസിന്റെ ഭൂരിഭാഗവും അംബാനിയെ നിയന്ത്രിക്കുന്നു. എന്റെ നാട്ടിലെ ജലം മുഴുവൻ ജിൻഡാൽ നിയന്ത്രിക്കുന്നു. എന്റെ നാട്ടിലെ വനം ഖനനം ചെയ്യുന്നത് മുഴുവൻ അഡാനിയാണ്. ഡെമോക്രസി, വാട്ട് ഈസ് ഫ്രീഡം എന്നാണ് അമർത്യ സെൻ ചോദിച്ചത്. ഫാസിസ്റ്റുകളുടെ ഏറ്റവും വലിയ പദ്ധതികളാണ് ഇതെല്ലാം.
RSS പറയും ഞങ്ങൾ സാംസ്കാരിക സംഘടനയാണ്. ഏത് സംസ്കാരം? ഇന്ത്യയുടെ പുരാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന സംസ്കാരം, ഇന്ത്യയുടെ ചരിത്രത്തിന്റെ വിധ്വംസനത്തിന്റെ വിധേയമാക്കേണ്ട ചരിത്രം. RSSന്റെ പേടിയാണ് ജവഹർലാൽ നെഹ്റുവിനെ, RSSന്റെ പേടിയാണ് ഡോക്ടർ BR അംബേദ്കറിനെ, RSSന്റെ പേടിയാണ് മാർക്സിസത്തിനെ. ഈ മാനവികതയെ ചേർത്ത് പിടിക്കുന്ന, സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ചേർത്ത് പിടിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന നേതാക്കന്മാരെ പേടിയാണ്. അതാണ് വർഗീയ ശക്തികൾക്ക് ഇബ്രാഹിം സുലൈമാൻ ചേട്ടന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അവർ അതിനെ ഭയപ്പെട്ടിരുന്നത്. രാജ്യസ്നേഹത്തിന്റെ മൂർത്തിമദ്ഭാവങ്ങളാണ് ആ കാലഘട്ടത്തിലെ നേതാക്കന്മാർ. അവർക്ക് സ്വാർത്ഥതയുണ്ടായിരുന്നില്ല. അവർ ജനങ്ങളോടൊപ്പം ജീവിച്ചവരാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ വ്യത്യസ്ത മേഖലകളിൽ നടന്നും തീവണ്ടിയിൽ സഞ്ചരിച്ചുമൊക്കെ നടന്നു നീങ്ങിയപ്പോൾ അദ്ദേഹം ജനത്തിനെ ചേർത്ത് പിടിച്ചു. സബർമതി ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭു ഇടയ്ക്കിടയ്ക്ക് ഗാന്ധിയെ കാണാൻ പോകും. ഒരു ദിവസം പോകുമ്പോൾ ഗാന്ധി ആശ്രമത്തിന്റെ പിന്നിലിരിക്കുകയായിരുന്നു. സെക്രട്ടറി പ്യാരിലാലിനോട് മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ബാപ്പുജിയോട് പറ ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് കാര്യം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഞാൻ. പോയി പറഞ്ഞ ബാപ്പുജി 35 മിനിറ്റ് വൈകിട്ടാണ് ഉമ്മറത്തേക്ക് വന്നത്. മൗണ്ട് ബാറ്റൻ അക്ഷമനായി നടക്കുകയാണ് മുറ്റത്ത് മുഴുവൻ. വന്നുടനെ ഗാന്ധിജി ചിരിച്ചു. മൗണ്ട് ബാറ്റൻ ദേഷ്യം കൊണ്ടുകൊണ്ട് എന്നാ ദേഷ്യപ്പെടാനും വയ്യ മഹാത്മജിയോട്. എന്താ ബാപ്പുജി കാണിച്ചത്? ഇന്ത്യൻ വൈസ്രോയെ നിങ്ങൾ 35 മിനിറ്റ് വൈകിപ്പിച്ചു. ഇവിടെ എന്റെ മുന്നിലേക്ക് നിങ്ങൾ വന്നില്ലല്ലോ. ഗാന്ധി കെട്ടിപ്പിടിക്കുക മൗണ്ട് ബാറ്റന്. പ്രിയപ്പെട്ട മൗണ്ട് ബാറ്റൻ, നിങ്ങൾ ഇന്ത്യയുടെ വൈസ്രോയാണെന്ന് എനിക്കറിയാം. ഞാൻ ആ സംസാരിച്ചിരുന്ന ജനതയില്ലേ, അവരുടേതാണ് ഈ നാട്. പിന്നെ മൗണ്ട് ബാറ്റൻ അവിടെ നിന്നില്ല. അത് പറയുന്നവനാ നേതാവ്. ഇന്ന് ഇന്ത്യക്ക് അങ്ങനെ നേതാവില്ല. അഡാനിയെ കണ്ടാൽ കുമ്പിടുന്ന നേതാവ്, അംബാനിയെ കണ്ടാൽ പെട്ടിപിടിക്കുന്ന നേതാവ്, കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് ചിങ്കടി പാടിക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന ട്രംപ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തകർത്തെറിയുന്ന നരേന്ദ്രമോദി, പുരോഗമന ആശയങ്ങൾ പഠിപ്പിക്കുന്ന സർവകലാശാലകളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന ഫാസിസ്റ്റുകൾ, ഹിന്ദുത്വ രാഷ്ട്രവാദത്തിന്റെ ചരിത്രം മാത്രം പഠിപ്പിക്കുന്നവർ, ഗാന്ധിയല്ല സവർക്കറാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് പഠിപ്പിക്കാൻ വെമ്പുന്നവർ, പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സവർക്കറിന്റെ ഈ ചിത്രം തൂക്കിയവർ, അങ്ങനെ എന്തെല്ലാം ഗോഡ്സെ വധം ഇന്ത്യയിൽ പഠിപ്പിക്കാൻ പാടില്ല, നെഹ്റുവിനെ ഗാന്ധി വധം ഇന്ത്യയിൽ പഠിപ്പിക്കാൻ പാടില്ല, ഗോഡ്സെയാണ് അതിന് വെടിവെച്ചതെന്ന് പഠിപ്പിക്കാൻ പാടില്ല, നെഹ്റുവിനെ കുറിച്ച് പഠിപ്പിക്കരുത്, മുഗളന്മാരെ കുറിച്ച് പഠിപ്പിക്കരുത്, ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിപ്പിക്കരുത്, ചന്ദ്രഗുപ്ത മൗര്യനെയും അശോകനെയും കുറിച്ച് പഠിപ്പിക്കരുത്. ഇതെല്ലാം പഠിപ്പിക്കണമെങ്കിൽ തന്നെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുക. NCERT സിലബസിലൂടെ ഇന്ത്യയിൽ ചരിത്രത്തിന്റെ ദുർവിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ചക്രവർത്തിയായിരുന്നു അശോക ദ ഗ്രേറ്റ്. പൗരാണിക ഇന്ത്യയിൽ ഭീകരമായ കലിംഗ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മനം നൊന്നുകൊണ്ട് സമാധാനത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് ബുദ്ധമതാനുയായി നടന്നപ്പോൾ ആ അശോകനെ കുറിച്ച് RSSന്റെ പാഠപുസ്തകം പറയുന്നത് ഇന്ത്യയുടെ ജനങ്ങളെ ഭീരുക്കളായ ആദ്യത്തെ ആളാണ് അശോകൻ. ഭീരുക്കളാക്കിയ ആദ്യത്തെ ആളാണ് അത്രേ അശോകൻ. ഇങ്ങനെയാ പഠിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിൽ. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല. കാരണം നെഹ്റുവിന്റെ ആശയം ഇവർക്ക് അപകടകരമാണ്. മുഗൾ രാജവംശം, ലോക പ്രശസ്തമായ രാജവംശം, മധ്യകാലഘട്ടത്തെ കുറിച്ച് ഇവർ പറയുന്നത് ഇപ്പത് മാറ്റിയതുകൊണ്ട് ചില പാഠപുസ്തകങ്ങൾ ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരനായ ജോൺ സ്റ്റുവാർട്ട് മിൽ, സ്കോട്ടിഷ് ചരിത്രകാരൻ, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഉപദേശാനുസരണം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 1800കളിൽ ചരിത്രം എഴുതി. ആൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്ന് എഴുതുന്നതിന് പകരം അദ്ദേഹം എഴുതി ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള ചരിത്രം. അന്ന് തുടങ്ങി വർഗീയ വിഭജനവും ഫാസിസത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും. ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ക്രിസ്ത്യൻ ഇന്ത്യ എന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പഠിപ്പിച്ചത് ഏതാണ്ട് 160 കൊല്ലം ഇന്ത്യൻ വിദ്യാർത്ഥികളെ. അങ്ങനെ വിഭാഗീയ മനസ്സാക്ഷി ഉണ്ടാക്കി. അതിനെ തിരുത്തിയത് സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടുമുമ്പ്, സ്വാതന്ത്ര്യത്തിന് ശേഷവും റമിള താപ്പറും ബിപിൻ ചന്ദ്രയും സതീഷ് ചന്ദ്രയും എല്ലാം കൂടിയിട്ടുള്ള പണ്ഡിത ശിരോമണികളാണ് പിന്നീട് ആൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്ന് മാറ്റിയത്. എന്നിട്ട് പോലും ഇന്നും ഇന്ത്യയുടെ ചരിത്രം ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു. വാത്മീകി എഴുതിയ രാമനല്ല ഇന്ന് ഇന്ത്യയിൽ ആരാധിക്കപ്പെടുന്ന രാമൻ. ഇന്ത്യയിൽ ആരാധിക്കപ്പെടുന്ന രാമൻ RSSന്റെ രാമനാണ്. രാമന്റെ ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ടില്ലേ? വാമ്പും വെല്ലും പിടിച്ചിങ്ങനെ നിൽക്കുക എല്ലാ പട്ടണങ്ങളിലും, ബോർഡുകളിലും. വാത്മീകിയുടെ രാമൻ ആകെ അമ്പും വെല്ലെടുത്ത് 4 പ്രാവശ്യം ജീവിതത്തിൽ. RSSന്റെ രാമൻ 24 മണിക്കൂർ പിടിച്ച് നിൽക്കുക. അമ്പയും അവരെന്നെ വേറെ
അന്യമതക്കാർക്ക് നേരെ സൂക്ഷിച്ചോ എന്നാണ് ആ ചിത്രത്തിന്റെ സന്ദേശം. ദാറ്റ് ഈസ് എ പൊളിറ്റിക്കൽ മെസ്സേജ്. അങ്ങനെയാണ് RSS ചിത്രങ്ങളിലൂടെ സന്ദേശം കൊടുക്കും, ദൃശ്യങ്ങളിലൂടെ ചിത്രങ്ങളിലൂടെ അവർ സന്ദേശം കൊടുക്കും. ഗോൾവാൾക്കർ എഴുതി വെക്കുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചിത്രങ്ങളിലൂടെ, ബിംബങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ ഏറ്റവും വലിയ പേഴ്സണാലിറ്റി കൾട്ടിന്റെ വക്താക്കളായിട്ട് ഫാസിസ്റ്റുകൾ മാറും. ആരാധ്യ പുരുഷനാക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്ര വലിയ വാഗ്ധോരണിയൊന്നുമില്ല, വലിയ പ്രാസംഗികനല്ല, പണ്ഡിത ശിരോമണിയല്ല. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാടുനീളെ അവർ വലിയ വ്യക്തിപ്രഭാവത്തിന്റെ പ്രതീകമായി മാറ്റിയത് മാർക്കറ്റിംഗ് ടെക്നോളജിയിലൂടെ, സോഷ്യൽ മീഡിയാസിലൂടെ, വലിയ പ്രചാരണത്തിലൂടെ പൊള്ളയായിട്ടുള്ള ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ അത് പൊട്ടാൻ നേരത്തും പണ്ഡിറ്റ് നെഹ്റു അതല്ല, അഗാധമായിട്ടുള്ള വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായിരുന്നു ജവഹർലാൽ നെഹ്റു. ആ നെഹ്റു ഈ ലോകം കണ്ട് ഏറ്റവും വലിയ മതേതര രാഷ്ട്രത്തിന്റെ നേതാവിരുന്ന കസേരയിലാണ് ഇന്നത്തെ പ്രധാനമന്ത്രി ഇരുന്ന് സങ്കുചിതവാദത്തിന്റെ, ഹിന്ദുത്വ രാഷ്ട്രവാദത്തിന്റെ പ്രവർത്തന പദങ്ങളിലൂടെ ഇന്ത്യയെ നയിക്കുന്നത്. ആകാശത്തേക്കും ബഹിരാകാശത്തേക്ക് ഈ റോക്കറ്റുകൾ വിക്ഷേപിക്കുമ്പോഴും ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും അന്ധവിശ്വാസത്തിന്റെയും യുക്തിരഹിത ചിന്തകളുടെയും എല്ലാവിധ പ്രചാരണങ്ങളും നടത്തും ഇന്ത്യയിൽ. അന്ധവിശ്വാസവും യുക്തിരഹിത ചിന്തകളുമാണ് ഫാസിസത്തിനെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുക. പുസ്തക വിരോധികളാണ് ഫാസിസ്റ്റുകൾ. ബെർലിൻ പട്ടണത്തിലെ ഓപ്പൺ പ്രാക്ടീസ് സർവകലാശാല 1936 മെയ് മാസം 10-ാം തീയതി ഗീബൽസ് കത്തിച്ചു 9 ലക്ഷം പുസ്തകങ്ങൾ. ഹിറ്റ്ലറുടെ നിർദ്ദേശാനുസരണം ഒരു ലൈബ്രറിയും പാടില്ല. ഇവിടെയും നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ബില്ല് പാസാക്കി. ഒറ്റ ലൈബ്രറി, ഒറ്റ സിദ്ധാന്തം, അങ്ങനെ എല്ലാറ്റിലെയും ഈ പല പുസ്തകങ്ങളും ഇന്ന് ലൈബ്രറികളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. വായിക്കേണ്ട നിങ്ങൾ, വായിക്കുന്നത് ഞങ്ങൾ പറയുന്നത് മാത്രം വായിക്കുക. അങ്ങനെ പുസ്തകങ്ങളെ, ചരിത്രത്തിനെ, പൈതൃകങ്ങളെ മുഴുവൻ വിധ്വംസനത്തിന് വിധേയമാക്കി കൊണ്ടുപോകുമ്പോൾ ആണ് നമ്മൾ ഈ ഫാസിസത്തിന്റെ ഭീകരതയെ കുറിച്ച് അറിയേണ്ടത്. ലോകപ്രശസ്ത ചിന്തകയായ അയാൻ റാൻഡ് ഒരിക്കൽ പറയുന്നു, 20-ാം നൂറ്റാണ്ട് മനസാക്ഷി കുത്തുള്ളവരുടെ നൂറ്റാണ്ടായിരുന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ട് അതിനേക്കാൾ ഭീകരമായ മനസാക്ഷിയില്ലായ്മയുടെ ജനങ്ങളുടെ നാടാണ്. ഒരു മനസാക്ഷിയുമില്ലാർക്കും ജനങ്ങളെ ദ്രോഹിക്കുക, വംശഹത്യകൾ നടത്തുക, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുക, ദേശത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ, എല്ലാറ്റിന്റെയും പേരിൽ സ്പർദ്ധയും വിദ്വേഷവും വെറുപ്പും പരത്തിക്കൊണ്ട് ഈ വിശുദ്ധ ഖുർആന്റെയും വിശുദ്ധ ബൈബിളിന്റെയും ഭഗവത്ഗീതയുടെയും ഉപനിഷത്തിന്റെയും ഉജ്ജ്വലമായ സന്ദേശങ്ങളെ മാനവിക രാശിക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാതെ മനുഷ്യനെ വിഭാഗീയതയുടെ വേദിയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് അതിനെ വിഭാഗീയവൽക്കരിക്കുന്ന പ്രതിവിപ്ലവത്തിന്റെ പേരാണ് ഫാസിസം. ഫാസിസം ജീവചൈതന്യത്തിനെതിരാണ്, ഫാസിസം സർഗാത്മകതയ്ക്കെതിരാണ്, ഫാസിസം മനുഷ്യന്റെ സർഗചേതനയെ, മനുഷ്യന്റെ ജീവാത്മാവിനെ തകർത്ത് കളയുന്ന കിരാതമായ പ്രതിലോമ ശക്തികളുടെ സിദ്ധാന്തത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് ഫാസിസം. ഹിറ്റ്ലർ കാണിച്ചിട്ടുണ്ടത്, മുസോളിനി കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് ശക്തികളെ പരിപൂർണമായി പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ മനുഷ്യന്മാരുടെ ഉജ്ജ്വലമായ മുന്നേറ്റം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു. അത് ഒരു രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടോ 2 രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടോ അത് നടത്താവുന്ന കാര്യമല്ല. ഫാസിസത്തിനെ പരാജയപ്പെടുത്തണമെങ്കിൽ, ഈ പ്രത്യയശാസ്ത്രത്തിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ മനുഷ്യരാശി ഉയർത്തെഴുന്നേൽക്കണം. അതിന് നമുക്ക് കവചകുണ്ടലങ്ങളായിട്ടുള്ള ഇന്ത്യയിൽ മനുഷ്യ സ്നേഹത്തിന്റെ ഗീതങ്ങൾ പാടിയ ബുദ്ധനും ജൈനനും ഗാന്ധിയും എല്ലാം ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രോജ്വലമായ സന്താനങ്ങളായിട്ടുള്ള ഈ നാട്ടിൽ ആ മനുഷ്യഗീതത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള വലിയ മഹാമുന്നണി പടുത്തുയർത്തണം. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ CPIM-ഓ ജനതാദളോ കോൺഗ്രസോ NCP-യോ അങ്ങനെയുള്ള 1, 1, 2, 3 പാർട്ടികളെ കൊണ്ട് മാത്രം, ആ കൂടെ INL-ഓ അങ്ങനെയുള്ള ചേരികൾ കൊണ്ട് മാത്രം സാധ്യമല്ല. 141 കോടി ജനതയുടെ വലിയ മനുഷ്യ മഹാശക്തിയെ ഉണർത്തിവിട്ടുകൊണ്ട് പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യബോധമുള്ള മനുഷ്യ സാഗരത്തിനെ തീർത്തുകൊണ്ട് സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമാധാനത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ പ്രോജ്വല ഗീതം പാടിയ ബുദ്ധന്റെയും ജൈനന്റെയും ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ള ഖുർആന്റെയും ബൈബിളിന്റെയും ഇവിടെ ജനിച്ചു വീണ ഉപനിഷത്തിന്റെയും ഏറ്റവും മഹത്തരമായ സന്ദേശങ്ങൾ
പാടി നടന്നാൽ ഈ ഫാസിസം തകരും. എളുപ്പമല്ല ആശയ പ്രചരണം നടത്തിയേ പറ്റൂ. ആശയ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ വക്താവായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സെറ്റ്. തന്റെ പണ്ഡിതോചിതമായ പ്രസംഗങ്ങൾ, തന്റെ ലേഖനങ്ങൾ, തന്റെ വാക്ധോരണികൾ കൊണ്ട് ഏറ്റവും വലിയ ഐഡിയോളജിക്കൽ ഫൈറ്റ്, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള ആ മഹാമനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് പണ്ട് എമേഴ്സൺ എന്ന് പറയുന്ന അമേരിക്കൻ തത്വചിന്തകൻ ലോക ചരിത്രകാരന്മാരെ, ലോകത്തിലെ വലിയ വലിയ നേതാക്കന്മാരെ കുറിച്ച്, എബ്രഹാം ലിങ്കനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്: If he is too great, it is easy to be misunderstood. വലിയവനാകുമ്പോൾ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാം. ഇന്ത്യയുടെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ തന്റെ നിലപാടുകൾ കൊണ്ട്, തന്റെ അസംദിഗ്ധമായ ഫാസിസത്തിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട നേതാവാണ് ഇബ്രാഹിം സുലൈമാൻ സെറ്റ്. പക്ഷെ കാലം അദ്ദേഹത്തിന് ഉള്ള വരദാനങ്ങളും അദ്ദേഹത്തിന്റെ പാരിതോഷികങ്ങളും കൊടുത്തിട്ടുണ്ടെന്ന് ഇന്നത്തെ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും ഫാസിസ്റ്റുകളല്ല. പക്ഷേ ആ ഫാസിസ്റ്റുകളുടെ മനസ്സുള്ള ഒരുപാട് ജനത ഇന്ത്യയിലുണ്ട്. എല്ലാവരുടെ മനസ്സിലും ഒരു ഹിറ്റ്ലറുണ്ട്, ഒരു മുസോളിനിയുണ്ട്. ആ ഹിറ്റ്ലറെയും മുസോളിനിയുടെയും ഏകാധിപത്യത്തിനെയും സ്വേച്ഛാധിപത്യ പ്രവണതകളെയും ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, മാനവികതയുടെ സന്ദേശം പരത്തി പോകുമ്പോൾ ഗുരുദേവൻ പാടിയ പാട്ടില്ലേ: അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവർ അവരെന്നും സുഖത്തിനായി വരണമെന്ന്. ഈ മണ്ണിൽ നിന്നുകൊണ്ടല്ലേ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ പാടിയത്. ഇന്ന് പക്ഷെ അത് ഓർക്കുന്നില്ല. ഞാൻ സുഖിച്ചാലും കണ്ടില്ല, അടുത്തിരിക്കുന്നവൻ ദുഃഖിക്കണമെന്നുള്ള ചിന്താധികാരന്റെ ബഹുഭൂരിഭാഗവും. ഗുരുദേവൻ എവിടെ? ഗാന്ധി എവിടെ? വിവേകാനന്ദൻ എവിടെ? കബീർ എവിടെ? അങ്ങനെ പല ഗുരുവര്യന്മാരെയും മൺമറഞ്ഞു പോയിട്ടുള്ള പല യോഗീവര്യന്മാരെയും വിസ്മൃതിയിലേക്ക് തള്ളിവിടരുതെന്നാണ് ഇന്ത്യയിലെ ഗുരുഭൂതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് RSSന്റെ കിരാതമായിട്ടുള്ള മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഉജ്ജ്വലമായ പോരാട്ടം, മാറ്റത്തിന്റെ ഈറ്റുനോവ് പേറി പരിണാമദാഹത്തിന്റെ തിരകൾ മനസ്സിൽ നിരമ്പിക്കൊണ്ട് ആർത്തലച്ചു വരുന്നൊരു ജനശക്തി പ്രവാഹമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്കതീതമായി ഇവിടെ ചന്ദനപ്പൊട്ട് കണ്ടാൽ ആരും പരിഭ്രമിക്കണ്ട, നിസ്കാരത്തളമ്പ് കണ്ടാൽ ആരും വേദനിക്കണ്ട, കുരിശുവര കണ്ടാൽ ആരും രോഷാകുലരാകണ്ട. ഇതെല്ലാം മുന്നിക്കുന്ന സംഗമ ഭൂമിയായി ഇന്ത്യയെയും കേരളത്തിനെയും മാറ്റിയെടുക്കാനുള്ള ആ വലിയ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ആ പാതയിലൂടെ നടന്നു നീങ്ങാൻ ത്യാഗത്തിന് തയ്യാറാകണം, പോരാട്ടത്തിന് തയ്യാറാകണം. ഫാസിസ്റ്റുകളെ ആശയപരമായിട്ട് പോരാട്ടം നടത്തി ജനാധിപത്യ മാർഗത്തിലൂടെ ഈ രാജ്യത്തിന്റെ സമാധാന സഹവർത്തിത്വത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിജയം സുനിശ്ചിതം. അതിന് IML എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം ഈ മഹാനായ ജഗ്ഗു സാഹിബിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മതേതര ജനാധിപത്യ ശക്തികൾക്ക് ഉണർവുണ്ടാകും. ലാഭത്തിൽ മാത്രം ലക്ഷ്യമിടുന്ന കോർപ്പറേറ്റ് ശക്തികളും ലാഭത്തിൽ മാത്രം ലക്ഷ്യപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെയും മാറ്റിയെറിഞ്ഞുകൊണ്ട് ഈ വലിയ ജനതയെ സേവിക്കാൻ ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളായി മുന്നോട്ട് നടക്കുക. വിജയം സുനിശ്ചിതമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അടുത്തതായി ഉദ്ഘാടനം ചെയ്യാൻ വെച്ചതാണ് മോഹൻ മാഷ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴേ ഈ മോഹൻ മാഷ് ഉദ്ഘാടന പ്രസംഗമായിരിക്കും.